ഹായ് ഹലോ, ഞാൻ സീനിയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് നാളെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു 2 ആഴ്ച ആകാറായി. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ പേര് സീന എന്നാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ബ്യൂട്ടി, ലൈഫ് സ്റ്റൈല്, പിന്നെ സ്കിൻ കെയർ, വ്ളോഗ്, ക്രാഫ്റ്റ് എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കണ്ടൻറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലിലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുക, ജോലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം റെഡിയായിട്ട് ക്ലീനിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ജോലിക്ക് പോകണം. അപ്പോൾ ഞാൻ കാറ്ററിങ്ങിനാണ് പോണത്. പലരും ചോദിച്ചിട്ടുണ്ട് എന്ത് ജോലിയാണ്, എങ്ങനെയാണ് ആ ജോലി കിട്ടിയതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കാറ്ററിങ് സർവീസിനാണ് പോണത്. നമുക്ക് നിയർ ബൈ ഏതെങ്കിലും കാറ്ററിങ്ങിൻ്റെ ഇതുണ്ടെന്നാണെങ്കിൽ അവിടെ പോയി അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടെങ്കിൽ കിട്ടും കേട്ടോ, അതായത് ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു. നമ്മൾ റെഡിയായി രാവിലെ തന്നെ ഫ്രഷായി. ഇഷ്ടമുള്ള ഡ്രസ്സാണ് ഇട്ടേക്കണത്, കാരണം എനിക്ക് ബർത്ത്ഡേക്ക് എടുത്തു തന്ന ഡ്രസ്സാണ്. അതൊക്കെ ഇട്ട് നമ്മൾ നേരെ ചെന്ന് രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ചായയൊക്കെ കുടിച്ചു. പിന്നെ അതേ നേരെ വർക്കിന് വന്നു. സദ്യയായിരുന്നു കേട്ടോ. സദ്യയൊക്കെ കഴിഞ്ഞ് നമ്മളും ഫുഡ് കഴിച്ച്. പിന്നെ എനിക്കിന്ന് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകണമായിരുന്നു, വീണ എന്ന് പറഞ്ഞിട്ട്. അവൾ നമ്മുടെ വീഡിയോസിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്, കമൻസൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആളെ ഒന്ന് കാണണം എന്ന് എനിക്കുണ്ടായിരുന്നു, ഒരുപാട് ദിവസമായി കണ്ടിട്ട്. അങ്ങനെ പോയി കണ്ടു, സന്തോഷമായി. പിന്നെ വീട്ടിലോട്ട് വന്നിട്ട് ഞാനും എൻ്റേതായിട്ടുള്ളൊരു ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമുക്കിന്നൊരു പാഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നൈക്കിൽ നിന്ന് പാഴ്സൽ വന്നിട്ടുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ പൊതുവെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഫാൻസി ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു, നമുക്ക് ബേസിക്കായിട്ട് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഹെയർ ടൈസ് വാങ്ങിച്ചു. പിന്നെ എനിക്ക് ഈ ഒരു ക്ലിപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഈ സ്കിൻ കെയറും മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ഫേസിലോട്ട് മുടി വീഴാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ക്ലിപ്പ് കുത്തിയേക്കണം. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഉള്ള ക്ലിപ്പിനേലും കൂടുതലും എനിക്കിങ്ങനെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പ് കിട്ടിയാൽ രസമുണ്ടെന്ന് വെച്ചു. പേസ്റ്റൽ കളറിൽ ഒരു ബട്ടർ യെല്ലോ ഷെയ്ഡില്ലാത്ത പേസ്റ്റൽ ഡോട്ടൊക്കെ വന്ന് ഒരു ടെഡിയുടെ ഹെഡൊക്കെ ഉള്ളൊരു അടിപൊളി ക്യൂട്ട് സാധനം കേട്ടോ. പിന്നെ ഞാൻ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഇപ്പോൾ ഓണമൊക്കെ വന്നെയാണ്. അപ്പോൾ ഞാനൊരു കുഞ്ഞ് കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ജുംക്ക കമ്മലാണ്. ഒരു 30 രൂപ എന്തൊക്കെ ആയുള്ളൂ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ അതിന്. നല്ല ക്വാളിറ്റി ഉള്ളൊരു കമ്മൽ, അതും ആ പ്രൈസ് റേഞ്ചിന്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടും ഉണ്ട്. അപ്പോൾ എനിക്ക് ഓണത്തിന് കുറച്ചിങ്ങനെ 2-3 ലുക്കൊക്കെ പിടിച്ചാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. ആഗ്രഹങ്ങളാണ്, നടക്കോ ഇല്ലയെന്ന് അറിയില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതാണ്, കൊലുസ് വാങ്ങിച്ചേ, പാദസരം വാങ്ങിച്ചേ. ഞാൻ അങ്ങനെ പാദസരമൊന്നും ഇടാറില്ല, പണ്ട് ഇടുമായിരുന്നു. പിന്നെ അങ്ങനെ പാദസരമൊന്നും ഇടാറില്ല. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഒരു കൊതി. ഭയങ്കര സിമ്പിളായിട്ടുണ്ട്, ആഡംബരങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഗോൾഡൻ ചെയിൻ. എന്തോ 100 രൂപ എന്തൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു നാടൻ ലുക്കൊക്കെ പിടിക്കുമ്പോൾ പാദസരമൊക്കെ ഇട്ടുമ്പോൾ രസമായിരിക്കും, അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ കളർ പോകില്ലെന്നൊന്നും അറിയില്ല കേട്ടോ, എന്നാലും ഞാൻ ആ ഒരു സന്തോഷത്തിൽ അങ്ങ് വാങ്ങിച്ചു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെയിനാണ്. അതായത് കുഞ്ഞ് പെൻഡൻ്റ് തന്നെ ഒരു ചെയിനാണ്. ഒരു ഒരു ഫ്ലവറിൻ്റെ പെൻഡൻ്റാണ്. കോമൺ ആയിട്ട് നമ്മൾ ലേഡീസ് സ്റ്റോറുകളിലും പിന്നെ ഓൺലൈനിലും ഒക്കെ കാണാറുണ്ട് ഈ ഒരു ടൈപ്പ് പെൻഡൻറ്റ്. ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ, ലൈക്ക് ഒരു ഡെയ്സി ഫ്ലവറില്ലേ, അതേപോലത്തെ ഒരു ഫ്ലവറിൻ്റെ ഗോൾഡൻ ചെയിൻ, സിമ്പിളായിട്ടുള്ളൊരു ഗോൾഡൻ ചെയിൻ, അതായിരുന്നു വാങ്ങിച്ചത്. അപ്പം നമുക്ക് വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ കുറച്ചൊരു ക്യൂട്ടിപ്പൈ ലുക്കൊക്കെ വേണമെന്നാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ആക്സസറീസൊക്കെ വാങ്ങിച്ച് വെക്കണം, നല്ലതായിരിക്കും. അപ്പം ഞാൻ കൂടുതൽ ഇപ്പം അങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് പീസൊക്കെ വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്ക് അടുത്ത് തന്നെ എല്ലാം സെറ്റ് ചെയ്യാം. കുറച്ച് ഫാഷൻ ടൈപ്പ് വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ അതൊക്കെ താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ പറയണേ. എനിക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവും വീഡിയോസും പുതിയ പുതിയ കണ്ടൻറ്റൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു കുഞ്ഞ് സ്റ്റഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ തൂക്കമുള്ള കമ്മലിനേലും കൂടുതൽ ഇഷ്ടം സ്റ്റഡ് ടൈപ്പ് കമ്മൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഒരു സ്ട്രോബെറിയുടെ ഷേപ്പൊക്കെ വന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് കുനുകുന ഐറ്റംസാണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ചെറിയ ഐറ്റംസൊക്കെ വാങ്ങിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം വാങ്ങിച്ചു. പിന്നെ എനിക്ക് ഒരു ചെറിയൊരു കുഞ്ഞ് വാനിറ്റി സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതെൻ്റെ ഷെൽഫാണ്, ടേബിളില്ല. എനിക്ക് ടേബിൾ ഒരെണ്ണം വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്.
അപ്പോൾ ഈ ഷെൽഫിൻ്റെ മുകളിൽ നമുക്ക് അത്യാവശ്യം ഞാൻ ഡെയിലി ബേസിസിൽ എനിക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നല്ല വൃത്തിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു മിറർ വന്നിട്ട് നമ്മുടെ സവാന ആപ്പിൽ ഞാൻ വാങ്ങിച്ചതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ മുകളിൽ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴിയുമ്പോൾ ചെക്ക് ചെയ്യാം വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഈ ഒരു മിറർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു. പിന്നെ ഈ ഒരു ട്രേയിൽ ഞാൻ ഇതിലും ഈ ട്രേ അല്ല അല്ലാതെ കുറച്ചിങ്ങനെ ആക്രിലിക് ആയിട്ടുള്ള ട്രേകൾ ഞാനിങ്ങനെ മിക്ക യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് വാങ്ങിക്കാനായിട്ട് ഇപ്പം എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ ഉള്ളത് വെച്ചിട്ട് ഓടം പോലെ. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഒരു ട്രേ കിട്ടിയപ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ വന്നിട്ട് മാറ്റി വെച്ചേക്കണായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ട്രേ എടുത്തിട്ട് എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന പെർഫ്യൂം, ടിൻറ്റ്, പിന്നെ ഹെയർ സിറം, പൗഡർ, ടോണർ എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ അത് അടിപൊളിയാക്കി വെച്ചിട്ടാണ് എനിക്ക് സന്തോഷമായി. പിന്നെ എനിക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വിശന്നു. അപ്പം ഞാൻ സ്നാക്സ് ഐറ്റംസ് ഒന്നും കഴിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ദോശ ചുട്ടിരുന്നു. അമ്മ നല്ല അടിപൊളി തക്കാളി ചമ്മന്തി ഉണ്ടാക്കി തരും. അപ്പം അത് രാവിലത്തെ തക്കാളി ചമ്മന്തിയുടെ ഇതിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തുന്ന ദോശ ചുട്ട് തിന്നാന്ന് വിചാരിച്ചു. അങ്ങനെ നെയ്യൊക്കെ ഇട്ടിട്ട് അടിപൊളി ദോശയൊക്കെ ചുട്ട് തിന്ന്. ഞാനിപ്പോൾ റീസെൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബുക്കാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കൂടുതലും വായിക്കണത് KR മീരയുടെ നോവലുകളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരത്തിയുടെ ആ ഒരു റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ പുള്ളിക്കാരത്തിയുടെ. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ എല്ലാം.